വിശദമായ വാർത്തകളിലേക്ക്. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, കൊച്ചിയിൽ നിന്ന് റാഫി കരീം, തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി എന്നിവരാണ് ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോകുന്നു. മേഘനയുണ്ട്. ഗുഡ് മോർണിംഗ് മേഘന. പ്രധാനമായും ഇന്നലെ മേഘന തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് അറിയേണ്ടത്. തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രി ചികിത്സ നിഷേധിച്ചുവെന്ന ആരോപണത്തിൽ പ്രതിഷേധം ഇന്ന് ശക്തമാകും എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഒപ്പം കിളിമാനൂരിലെ ദമ്പതികളുടെ അപകട മരണത്തിൽ വിഷ്ണുവിനെ ചോദ്യം ചെയ്ത ശേഷമുള്ള പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയാകും? ഒപ്പം തന്നെ പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യ പ്രതി ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്ത് ഇന്നലെ എത്തിച്ചിരുന്നു, കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഒപ്പം കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി ശക്തമായ നടപടിക്ക് ഒരുങ്ങുന്നു CPIM എന്നുള്ള വാർത്തയും പുറത്തു വരുന്നു. എങ്ങനെയാണ് ഈ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്നലെ 24 പുറത്തു കൊണ്ടുവന്ന ചികിത്സാ നിഷേധത്തിന്റെ വാർത്തയടക്കം അതിൽ അവർ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും, കുടുംബം നീതി തേടി മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതടക്കം ഇന്നത്തെ ഞായറാഴ്ചയും സംഭവ ബഹുലമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ രാഷ്ട്രീയ കേരളം പ്രധാനമായും ഉറ്റുനോക്കുന്നത് പയ്യന്നൂരേക്ക് തന്നെയാണ്. അതിൽ CPM ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള V കുഞ്ഞികൃഷ്ണനെതിരായി നടപടി ഉണ്ടാകുമോ, അച്ചടക്ക നടപടി പാർട്ടിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുകയും ചെയ്യുന്നത്. അതിൽ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്നുണ്ട്. അതിലായിരിക്കും അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നടപടി എടുക്കുമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതുപോലെ തന്നെ പാർട്ടി ഇങ്ങനൊരു തട്ടിപ്പ് നടന്നിട്ടില്ല, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പടക്കം നടന്നിട്ടില്ല എന്ന കാര്യം കൂടി ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിശദീകരിക്കും. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധവും ശക്തമാണ്. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച വിളപ്പിൻശാലയിലെ തിരുവനന്തപുരത്തെ ആശുപത്രിക്കെതിരെയുള്ള ആരോപണം എന്ന് പറയുന്നത്. അതിൽ ബിസ്മിർ 37 വയസ്സുകാരനായിട്ടുള്ള ബിസ്മിറാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് മരിച്ചത്. അതിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഓക്സിജൻ നൽകാനോ നെബുലൈസേഷൻ നൽകാനോ അതുപോലെ തന്നെ മറ്റ് CPR നൽകാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. അതിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രദേശത്ത് പ്രതിഷേധവും ശക്തമാണ്. ഈ ആശുപത്രിക്കെതിരെ നിരന്തരം പരാതികൾ വരുന്നു എന്നുള്ളതാണ് ആരോപണമായി വരുന്നത്. അതുപോലെ തന്നെ കിളിമാനൂരിലെ ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് 21 ദിവസത്തിന് ശേഷം ഇന്നലെയാണ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ വിഷ്ണുവാണ് ഈ വാഹനം ഓടിച്ചത് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ഇപ്പോൾ വിഷ്ണു റിമാൻഡിലാണ്. അതിനുശേഷം ഇനി നാട്ടുകാരുടെ ഒരു മൊഴി അനുസരിച്ച് കൂടുതൽ ആളുകൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആ ഒരു അന്വേഷണം കൂടി മുന്നോട്ട് പോവുകയാണ്. ഇനി കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നീക്കത്തിലേക്കും അവരെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്കുമാണ് പോകുന്നത്. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കം ഇനി വിഷ്ണുവിൻ്റെതായി നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് പൂന്തുറയിലെ അമ്മയുടെയും മകളുടെയും ആത്മഹത്യ. ഈ ആത്മഹത്യയുടെ ചുരുളഴിക്കാനും പോലീസ് തയ്യാറെടുക്കുകയാണ്. ഇന്നലെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ, മകളുടെ ഭർത്താവായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇന്നോ നാളെയോ ആയി കോടതിയിൽ ഹാജരാക്കും. പിന്നീടായിരിക്കും ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ ഇനി കസ്റ്റഡിയിലാവുമോ അല്ലെങ്കിൽ റിമാൻഡിലാവുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഇപ്പോൾ ട്രാൻസിറ്റ് റിമാൻഡിലാണ് പ്രതി ഉള്ളത്. അതിൽ പ്രതി ഇന്നലെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കുറ്റം ചെയ്തോ എന്നുള്ള ചോദ്യത്തിനും മൗനമായിരുന്നു മറുപടി. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ആ കാര്യത്തിൽ കൂടി ഇന്ന് ചുരുളഴിയാനുണ്ട്. അത്തരം വിവരങ്ങൾ, അത്തരം വാർത്തകളാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഞായറാഴ്ചയാണെങ്കിലും വാർത്താ സമ്പന്നമാണ് തിരുവനന്തപുരം എന്നതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച അതിഥി തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുകയാണ്. ബന്ധുക്കൾ ഇന്ന് നാട്ടിലെത്തുന്നുണ്ട്. ഒപ്പം ക്രിസ്മസ് പുതുവത്സര ബമ്പർ 20 കോടി അടിച്ച ഭാഗ്യവാനെ തേടുകയാണ് കേരളം. വിവരങ്ങളുമായി റാഫി കരീമാണ് ചേരുന്നത്. റാഫി, ഗുഡ് മോർണിംഗ്. കൊച്ചിയിലും വാർത്തകൾ ഒരുപാട് ഇന്ന് വരാനുണ്ട്. എങ്ങനെയാണ് ഈ വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് ഇന്നലെ തൃക്കാക്കര പോലീസിന്റെ കസ്റ്റഡിയിൽ മരിച്ച ദിണ്ടിഗൽ സ്വദേശി ബാബുരാജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകും എന്നുള്ളതാണ്. ബാബുരാജിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇതൊരു കസ്റ്റഡി മരണമാണോ, ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് മർദ്ദനം ബാബുരാജ് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ, ബാബുരാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ കാരണം എന്താണ്, ഇത്തരം വിവരങ്ങൾക്ക് വ്യക്തത വരിക. കഴിഞ്ഞ ദിവസമാണ് തൃക്കാക്കര പോലീസ് ബാബുരാജിനെ ചെമ്പുമുക്കിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. നാട്ടുകാർ പിടിച്ചു വച്ചതിനെ തുടർന്ന് ബാബുരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് ബാബുരാജിനെ പോലീസ് സ്റ്റേഷനിലെ സെല്ലിലേക്ക് മാറ്റിയത്. തുടർന്ന് പുലർച്ചയോടുകൂടി ബാബുരാജിന് ശരീരത്ത് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പിന്നീട് അപസ്മാരം പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും ബാബുരാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാബുരാജിന്റെ ബന്ധുക്കൾ ഇന്ന് നാട്ടിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അത് തന്നെയാണ് കൊച്ചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായക
നിർണായകമാണ്. ഒരു തരത്തിലുള്ള മർദ്ദനമോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാഗ്യവാനെ തിരയുകയാണ്. 20 കോടി രൂപയുടെ ആ ഭാഗ്യ ബമ്പർ വിജയി ആര് എന്നുള്ള അന്വേഷണത്തിലാണ് മധ്യകേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു കാര്യമുള്ളത്. കാരണം കോട്ടയം ജില്ലയിൽ വിറ്റ ടിക്കറ്റിന് സമ്മാനം ലഭിച്ചു എന്നുള്ളതാണ് ഇന്നലത്തെ ഫലത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് മധ്യകേരളത്തിലുള്ള ആരെങ്കിലുമാണോ എന്നുള്ളൊരു പരിശോധനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. ഇതുവരെയും ലോട്ടറി ഏജന്റിനെയോ ഏജൻസിയെയോ ഒരു തരത്തിലും ഈ ഭാഗ്യവാൻ സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ താനാണ് ഭാഗ്യവാൻ എന്ന രീതിയിൽ ഒരു വെളിപ്പെടുത്തലും ഭാഗ്യവാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ ദിവസങ്ങളിൽ അതുണ്ടാകും. ഇന്ന് തന്നെ അത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇന്ന് ബാങ്ക് അവധിയാണ്. നാളെ ബാങ്ക് ഉണ്ടായാൽ നാളെ സമരം അല്ലെങ്കിൽ മറ്റന്നാൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാനും കഴിയും. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. റെയിൽവേ ക്രോസിന് സമീപമുള്ള വീടിനോട് ചേർന്ന ചായക്കടയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കുഞ്ഞിനെ കണ്ടത്. കട തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിൻ്റെ ഒരു ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞ്, പൊടിക്കുഞ്ഞ്. എനിക്ക് പേടി, ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചു. ആരാ എന്താ എപ്പോഴാണെന്ന് നമ്മൾ അറിഞ്ഞു. ഞാൻ 5 മണി ആകുമ്പോഴാണ് ഇത് സാധാരണ തുറക്കാറ്. ചേട്ടനെ രാവിലെ ചായ ഇടാനായിട്ട് തട്ടുകടയിൽ ചായ ഇടാനായിട്ട് എഴുന്നേറ്റപ്പം തട്ടുകടയുടെ വാതുക്കലായിട്ട് ഒരു പൊടി കുഞ്ഞിനെ കണ്ടു, കരയുന്ന കുഞ്ഞിനെ കണ്ടു. അപ്പം ചേട്ടൻ എന്നെ വിളിച്ചു. ഞാനും വന്ന് കണ്ടു. അതിൻ്റെ വല്ലാത്ത തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി അതിൻ്റെ ദേഹത്തിട്ടു. അങ്ങനെ കുഞ്ഞിനെ ഇപ്പോൾ വന്ന് പോലീസ് കൊണ്ടുപോയി. ഒരു ആൺകുഞ്ഞ്. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഷിജോ, ഈ കുഞ്ഞിന് എത്ര ദിവസം പ്രായമുണ്ട്? ഇവർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു ചായക്കടയുടെ മുന്നിൽ ഈ കുഞ്ഞിനെ കിടത്തിയ നിലയിലായിരുന്നല്ലോ. പോലീസ് കുഞ്ഞിനെ കൊണ്ടുപോയിട്ടുണ്ടെന്നും അറിയുന്നു. എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്? പ്രവിത, ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമായ കുഞ്ഞാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ രാവിലെ ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് തിരുവല്ല കുറ്റൂർ മനക്കിച്ചിറ റോഡിൽ റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം തട്ടുകട നടത്തുന്ന ഒരാളുടെ തട്ടുകടയ്ക്ക് സമീപത്ത് നിന്ന് ഒരു കുഞ്ഞിനെ കണ്ടത്. അതായത് ഈ പറയുന്ന ജയരാജൻ തട്ടുകട നടത്തുകയാണ് റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം. ഈ തട്ടുകട രാവിലെ തുറക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അപ്പോൾ ഒരു കുഞ്ഞ് ഇങ്ങനെ തട്ടുകടയോട് ചേർന്നുള്ള വാതിലിന് സമീപത്ത് കിടക്കുന്നതാണ് ജയരാജൻ കണ്ടത്. ഉടൻ ഭാര്യയെ വിവരം അറിയിക്കുകയും ഭാര്യ എത്തി കുഞ്ഞിന് പുതപ്പ് നൽകി നാട്ടുകാരെയും ബന്ധപ്പെട്ട പോലീസിനെയും ഒക്കെ അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഈ 1-2 ബൈക്കുകളിൽ ചില ആളുകൾ അവിടെ വന്നു പോയതായിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബൈക്ക് വന്നു പോകുന്നതിന്റെയൊക്കെ ശബ്ദവും കേട്ടതായിട്ടുള്ള കാര്യങ്ങൾ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ബൈക്കിലെത്തിയ ആരെങ്കിലും കുഞ്ഞിനെ തട്ടുകടയിൽ ഉപേക്ഷിച്ച് മടങ്ങിയിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനം കൂടി പോലീസിനുണ്ട്. ഇത് സംബന്ധിച്ചുകൊണ്ട് വരും മണിക്കൂറിൽ CCTV അടക്കം ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ഒരു ആൺകുഞ്ഞാണ്, ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കുഞ്ഞിനെ ഇപ്പോൾ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറ്റൂർ മനക്കച്ചിറ റോഡിൽ റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം തട്ടുകട നടത്തുന്ന ജയരാജന്റെ കടയിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ജയരാജനും ഭാര്യയും കട തുറക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ ഇങ്ങനെ കടയോട് ചേർന്ന് കിടക്കുന്ന നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ഈ തണുത്ത് മരവിച്ചിരുന്ന കുഞ്ഞിനെ പുതപ്പടക്കം ഉപയോഗിച്ചുകൊണ്ട് പുതപ്പിച്ച് നൽകിയാണ് പോലീസിന് കൈമാറിയത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പ്രവിധ. ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവല്ല കുറ്റൂരിലാണ് കൈക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇനി കോഴിക്കോട്ടേക്ക് പോകുന്നു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, ഗുഡ് മോർണിംഗ്. പ്രധാനമായും കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പെരിന്തൽമണ്ണ സ്വദേശി ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് ചാടിപ്പോയ സംഭവത്തിൽ 4 പോലീസുകാർക്കെതിരെ ഇന്നലെ നടപടിയുണ്ടായിരുന്നു. പ്രതി ചാടിപ്പോയ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CPOമാരെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട നടപടിയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യ, ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയായിരുന്നു. ജംഷിദയുടെ ജാമ്യാപേക്ഷ 27-ാം തീയതിയാണ് കോടതി പരിഗണിക്കുക എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഈ വാർത്ത സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രവിധ സൂചിപ്പിച്ചതുപോലെയാണ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പ്രതി ചാടിപ്പോയ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. AR ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഈ പ്രതി ചാടിപ്പോയ ദിവസം അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ഇവർക്കെതിരെ അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് കമ്മീഷണർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെയും AR ക്യാമ്പിൽ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഫറൂഖ്, അതുപോലെ തന്നെ പന്നിയങ്കര, കുന്നമംഗലം, ചേവായൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റിയിരിക്കുന്നത്. ഒപ്പം തന്നെ തുടർ നടപടികളും ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാണ്. ഇതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 ആഴ്ച പിന്നിട്ടിരിക്കുന്നു
പ്രതിയായിട്ടുള്ള വിനീഷ് ചാടിപ്പോയിട്ട്. പക്ഷേ ഇതുവരെയും ഈ പ്രതി എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസിലെ പ്രതിയാണ് വിനീഷ് ഇതിനു മുമ്പ് കർണാടകയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമൊക്കെ എത്തിയെന്നുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ അവിടങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തിയെങ്കിലും പ്രതി എവിടെ എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 29 രാത്രിയാണ് ശുചിമുറിയുടെ ചുമര് തുരന്ന് പ്രതി പുറത്തു ചാടിയത്. അത് മുഖേന പിന്നീട് പ്രതി രക്ഷപ്പെടുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ അതുപോലെ തന്നെ സമീപത്തുള്ള ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ വിവിധ തലങ്ങളിലുള്ള അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെയും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി കോഴിക്കോട് നിന്ന് പങ്കുവെക്കാനുള്ളത്, ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടു എന്നുള്ള ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായിട്ടുള്ള ദീപക് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രതിയായിട്ടുള്ള ഷിംജിത ശേഖരിച്ചിട്ടുള്ള ആ ദൃശ്യങ്ങളാണ്. 7 ദൃശ്യങ്ങൾ ഈ ഫോണിൽ ചിത്രീകരിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. ആ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ദൃശ്യങ്ങളുടെ ആധികാരികത ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അതിൻ്റെ പരിശോധനാ ഫലം ലഭിച്ച ശേഷമായിരിക്കും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതും വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടക്കുകയും ചെയ്യുക. ഇതോടൊപ്പമാണ് പ്രതിയുടെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി പരിഗണിച്ചിരുന്നു. അത് വിശദമായിട്ടുള്ള വാദം കേട്ടു. അതിനുശേഷം ഇനി അതിൽ വിധി പറയുന്നതിന് വേണ്ടിക്കൊണ്ട് മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരിക്കുന്നത്, ദീപകിനൊപ്പം തന്നെ മറ്റൊരു പെൺകുട്ടിയുടെ ദൃശ്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഈ ഷിംജിത പകർത്തിയ ദൃശ്യങ്ങളാണ് അത് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയും കണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തന്റെ ദൃശ്യങ്ങൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ഇന്ന് കോഴിക്കോട് നിന്നുണ്ടാകും. പ്രവിധ. ശരി, കോഴിക്കോട് നിന്നുള്ള വാർത്തകളുടെ വിവരങ്ങളാണ് സമീർ സി മുഹമ്മദ് നൽകിയത്. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകിട്ട് 7 മണിക്കാണ് അഭിസംബോധന. രാജ്യം കഴിഞ്ഞ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും പുരോഗതിയും രാഷ്ട്രപതി വിശദീകരിക്കും. പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അടക്കം ശക്തമായ പോലീസ് വിന്യാസമാണ് ഒരുക്കിയിരിക്കുന്നത്. താൽക്കാലിക നിരീക്ഷണ പോസ്റ്റുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയോടെ കർത്തവ്യപഥത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങും. അമേരിക്കയിലെ മിനസോട്ടയിൽ കുടിയേറ്റക്കാരനെ വെടിവെച്ച് കൊന്നു. 37 വയസ്സുകാരനായ അലക്സ് പ്രറ്റിയാണ് ആക്രമണത്തിനിരയായത്. അമേരിക്കൻ പൌരത്വമുള്ള നഴ്സാണ് അലക്സ് പ്രറ്റി. മിനിപ്പോളിസിലെ കുടിയേറ്റ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുകയായിരുന്നു. ഇയാളുടെ കൈവശം തോക്കുണ്ടായിരുന്നുവെന്നും നിരായുധനാക്കാൻ ശ്രമിച്ചപ്പോൾ അക്രമാസക്തനായെന്നും ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. വെടിയുതിർത്തത് സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി എന്നാണ് വിശദീകരണം. പ്രദേശത്ത് വ്യാപക പ്രതിഷേധം ഉയർത്തി ജനം തെരുവിലിറങ്ങി. ജനങ്ങളുടെ ജീവനെടുക്കുന്ന പരിശോധനകൾ ഒഴിവാക്കണമെന്ന് മിനസോട്ട ഗവർണർ ടിം വാൽസ് പറഞ്ഞു. 2 ആഴ്ച മുൻപ് US പൌരത്വമുള്ള റെനെ നിക്കോൾ ഗുഡ് എന്ന വനിതയെ വെടിവെച്ച് കൊന്നതിന് ദിവസങ്ങൾക്കുള്ളിലാണ് മറ്റൊരു സംഭവം കൂടി. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പേരിൽ വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ്. 16 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരിയായ യുവതിക്ക് നഷ്ടമായത്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേരുന്നത്. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വാർത്തയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ പേരിലാണ് വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്താണ് ഇതിൽ സംഭവിച്ചത്? ഈ പെൺകുട്ടി ഏത് നാട്ടുകാരിയാണ്? പ്രവിധ, മുംബൈയിൽ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന 40-കാരിക്കാണ് 16 ലക്ഷം രൂപ ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. ഇലോൺ മസ്കിന്റെ പേരിൽ ഒരാൾ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് യുവതിയുമായി സംസാരം തുടങ്ങുന്നത്. വിവാഹം കഴിക്കാമെന്നും അമേരിക്കയിലേക്ക് കൊണ്ടുപോകാമെന്നുമായിരുന്നു വാഗ്ദാനം. പിന്നീട് ഇന്ത്യയിൽ ഈ കാര്യങ്ങളിൽ സഹായിക്കാനായി ജെയിംസ് എന്നൊരാളെ കൂടി പരിചയപ്പെടുന്നു. അയാൾക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡുകൾ വഴിയാണ് ഏതാണ്ട് 14 ലക്ഷം രൂപയോളം നൽകിയത്. പിന്നീട് പണമായും 2 ലക്ഷം രൂപ നൽകി. ഒടുവിൽ അമേരിക്കയിലേക്ക് ടിക്കറ്റ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി പണം ആവശ്യപ്പെട്ടതോടെയാണ് സംശയം തോന്നി പോലീസിൽ പരാതി നൽകുന്നത്. ഏതായാലും ഇലോൺ മസ്കിന്റെ പേരിലാണ് ഒരു തട്ടിപ്പ്. ഇലോൺ മസ്ക് വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ള തരത്തിലാണ് ഒരു തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നത്. അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ കൗതുകമുള്ള എന്നാൽ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണ്. ഇലോൺ മസ്കിന്റെ പേരിലാണ് വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 16 ലക്ഷം രൂപയാണ് മുംബൈ സ്വദേശിനിയായ ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരിക്ക് നഷ്ടമായത് എന്നുള്ള വിവരമാണ് ശ്രീനാഥ് ചന്ദ്രൻ പങ്കുവയ്ക്കുന്നത്.
2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ വിതരണം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വൈകിട്ട് 6:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. മമ്മൂട്ടി, ടൊവിനോ തോമസ്, ആസിഫ് അലി, വേടൻ, ഷംല ഹംസ, ലിജോമോൾ ജോസ്, ജ്യോതിർമയി, സൌബിൻ ഷാഹിർ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങി 51 ചലച്ചിത്ര പ്രതിഭകളാണ് അവാർഡ് സ്വീകരിക്കുക. തുടർന്ന് കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാര വിതരണവും നടക്കും. നടി ശാരദയ്ക്കാണ് JC ഡാനിയൽ പുരസ്കാരം. വിവാദങ്ങൾക്കിടയിലും പുനർജനി പദ്ധതിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട്. പുനർജനി പദ്ധതിയിൽ ഉൾപ്പെട്ട പുതിയ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ഇന്ന് പറവൂർ പറയാട് നടക്കും. പ്രതിപക്ഷ നേതാവാണ് തറക്കല്ലിടുക. പുനർജനി പദ്ധതിക്കെതിരെയുള്ള CBI അന്വേഷണം വേണമെന്ന് വിജിലൻസിന്റെ ശുപാർശയിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ സമർപ്പണം ഫെബ്രുവരി 28 നടക്കും. ആദ്യഘട്ടത്തിൽ 50 വീടുകളുടെ താക്കോൽ കൈമാറാനാണ് ശ്രമം. 40 വീടുകളുടെ മെയിൻ വാർപ്പ് ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഭൂമിയുടെ തരംമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു മുസ്ലിം ലീഗ് ഭവന നിർമ്മാണ പദ്ധതിയുടെ തടസ്സം. ഇതിനെ അതിജീവിച്ച് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. നിലവിൽ 40 വീടുകളുടെ മെയിൻ വാർപ്പ് പൂർത്തിയായി. ഫെബ്രുവരി 28 പ്രിയങ്ക ഗാന്ധി MP അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് 50 വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കാനാണ് നീക്കം. 40 കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ ജില്ലയിൽ ആ ദുരിത മേഖലയിൽ നടത്തിയിട്ടുള്ളത്. അതിന്റെ അവസാനത്തെ പ്രൊജക്റ്റാണ് പുനരധിവാസ പദ്ധതി. 28-ാം തീയതി ആകുമ്പോഴേക്കും 50 വീട് നൽകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള വളരെ ഗൗരവത്തോടു കൂടി അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കിടപ്പുമുറികളും സിറ്റൌട്ടും ലിവിംഗ് റൂമും 2 ശുചിമുറികളും നിലവിലെ വീടുകൾക്കുണ്ട്. മുകളിൽ 1 നില കൂടി നിർമ്മിക്കാൻ കഴിയും വിധത്തിലാണ് നിർമ്മാണം. സംരക്ഷണ ഭിത്തിയും 5 മീറ്റർ വീതിയുള്ള റോഡുകളും പദ്ധതി പ്രദേശത്ത് വലിയ പൊതുകിണറും ടാങ്കും നിർമ്മിക്കുന്നുണ്ട്. 3 പ്ലോട്ടുകളിൽ 12.5 ഏക്കറിലായി 105 വീടുകളാണ് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. 24 വയനാട്. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ തമിഴക വെട്രി കഴകം പാർട്ടി അധ്യക്ഷൻ വിജയ് വിളിച്ചു ചേർത്ത സംസ്ഥാന ജില്ലാ ഭാരവാഹികളുടെ യോഗം ഇന്ന് നടക്കും. രാവിലെ 10 മഹാബലിപുരത്തെ ഹോട്ടലിലാണ് യോഗം. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും കൈക്കൊള്ളേണ്ട നിലപാടുകളും സഖ്യചർച്ചകളുമെല്ലാം യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുന്ന ആരുമായും സഖ്യമാകാമെന്നാണ് TVKയുടെ നിലപാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കല്യാണത്തിരക്ക്. 245-ലേറെ വിവാഹങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹ ചടങ്ങുകൾ സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി. ഭക്തർക്ക് തടസ്സമില്ലാതെ ക്ഷേത്ര ദർശനത്തിനും വഴിയൊരുക്കും. സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. താലികെട്ടിനായി 5 മണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ ക്ഷേത്രം കൊയ്മമാരെ മണ്ഡപത്തിലേക്ക് അധികമായി നിയോഗിച്ചിട്ടുണ്ട്. ക്ഷേത്രം കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കി. അന്തരിച്ച നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പേരിലുള്ള പുരസ്കാരം നടൻ ശ്രീനിവാസന്റെ കുടുംബം ഏറ്റുവാങ്ങി. ശ്രീനിവാസന്റെ ഭാര്യ വിമല, മകൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ചു. കൊച്ചി കണ്ടനാട്ടി ശ്രീനിവാസന്റെ വസതിയിൽ ഹൈബി ഈഡൻ MP, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മക്കളായ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ, ഭവദാസൻ, സംവിധായകൻ സത്യൻ അന്തിക്കാട്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു വാർത്ത. ഗുജറാത്തിലെ അമ്രേലിയിൽ ട്രെയിൻ അട്ടിമറിക്ക് നീക്കം. ട്രാക്കിൽ അജ്ഞാതർ കല്ലുകളും ഇരുമ്പ് തൂണുകളും വെച്ചു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, 2 ദിവസം മുൻപാണ് സമാനമായ സംഭവം മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഗുജറാത്തിലെ അമ്രേലിയിൽ എന്ത് സംഭവിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്? ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 6 മണിയോടെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഭാവ്നഗർ പോർബന്ദർ പാസഞ്ചർ ട്രെയിന് കടന്നു വരുന്ന സമയമായിരുന്നു. അപ്പോൾ ലോക്കോ പൈലറ്റാണ് ട്രാക്കിൽ ഈ തരത്തിൽ കല്ലുകളും ഇരുമ്പ് തൂണുകളും കൊണ്ടു ചെന്നിട്ട കാര്യം ശ്രദ്ധിക്കുന്നത്. അടിയന്തരമായി ബ്രേക്ക് പ്രയോഗിച്ച് ട്രെയിൻ നിർത്താൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഒരു അപകടം ആ സമയം ഒഴിവായത്. അല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം തന്നെ സംഭവിക്കേണ്ടതായിരുന്നു എന്നതാണ് ലോക്കോ പൈലറ്റ് പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചിറ്റൽ കിജ്ദിയ എന്നീ 2 ഗ്രാമങ്ങൾക്കിടയിലാണ്
പശ്ചാത്തലത്തിലാണ് അമറേലി ജില്ലയിൽ ഈ റെയിൽവേ ട്രാക്കിൽ കല്ലുകളും മറ്റും കണ്ടെത്തി. ഏതായാലും റെയിൽവേ പോലീസിന്റെയും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ഒക്കെ സ്ഥലത്തെത്തി ഇന്നലെ പരിശോധന നടത്തിയതാണ്. ആരാണ് ഈ തരത്തിൽ ഒരു ദുരന്തത്തിന് വഴിവെക്കും വിധം കല്ലുകളും മറ്റുമൊക്കെ ട്രാക്കിൽ കൊണ്ടുചെന്നിട്ടത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. ഗുജറാത്തിലെ അമ്രേലിയിൽ നിന്നാണ് വാർത്ത വരുന്നത്. ട്രെയിൻ അട്ടിമറിക്ക് നീക്കം, ട്രാക്കിൽ അജ്ഞാതർ കല്ലുകളും ഇരുമ്പ് തൂണുകളും വെച്ചുവെന്നുള്ളതാണ് ശ്രീനാഥ് ചന്ദ്രൻ നൽകുന്ന വിവരം. തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രധാന പ്രതി വിഷ്ണുവിനെതിരെ മുൻപും സമാനമായ കേസുകൾ. മദ്യപിച്ച് വാഹനമോടിച്ചതിനാണ് കേസുള്ളത്. എസ് വിനീഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനീഷ്, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. വിഷ്ണുവിനെതിരെ മറ്റെന്തൊക്കെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ഗുഡ് മോർണിംഗ്. ഈ കിളിമാനൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇതിലെ പ്രതിയായ വിഷ്ണുവിനെതിരെ നിരവധി കേസുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ 4-ം തീയതി ജനുവരി 4-നാണ് കിളിമാനൂരിൽ അപകടമുണ്ടാകുന്നത്. രഞ്ജിത്തും അതുപോലെ തന്നെ ഭാര്യ അംബികയും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾ ഓടിച്ചിരുന്ന താർ ജീപ്പ് ഇടിച്ച് മരിക്കുകയാണ് ഉണ്ടായത്. അവർ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്നാണ് രണ്ടുപേരും മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസം തന്നെ പോലീസ് ഈ വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം വിട്ടയച്ചു. പിന്നീടാണ് 20 ദിവസത്തിന് ശേഷമാണ് വിഷ്ണുവിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ടോൾ സ്റ്റേഷനുകളിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ കടന്നു പോകുന്നതായും പോലീസ് അന്വേഷണത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും സ്ഥലത്തെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് തന്നെ വിഷ്ണു പലപ്പോഴും ഇത്തരത്തിൽ രാത്രികളിൽ മദ്യപിച്ച് വാഹനം ഓടിക്കാറുണ്ട്. പക്ഷേ ആരും പിടിക്കാറില്ല. ഇത്തരത്തിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നതും മറ്റും ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കറിയാം, സാധാരണ നിലയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ലൈസൻസ് റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും. പക്ഷേ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ഇത്രയും പരാതികളും അല്ലെങ്കിൽ ഇത്രയും കേസുകൾ ഉണ്ടായിട്ടും അത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടില്ല. അതിൻ്റെ കാരണം ഈ സ്വാധീനമാണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇത്തരം കേസുകളുടെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ പലരും ഇയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നുള്ള ആരോപണം ഇതിനിടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസം കഴിഞ്ഞ ദിവസമാണ് വിഷ്ണു പിടിയിലാവുന്നത്. 4-ം തീയതിയാണ് ഇത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിളിമാനൂരിൽ ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത്. വിനീഷ് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അന്തരിച്ച ജസ്റ്റിസ് എസ് സിരിജഗന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് എറണാകുളം രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. 2005 മുതൽ 14 വരെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു എസ് സിരിജഗൻ. 1952 കൊല്ലം മയ്യനാട് ജനനം. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് LLBയും കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് LLMഉം നേടി. 2005 ഹൈക്കോടതി ജഡ്ജിയായി നിയമനം. 2014 പടിയിറങ്ങി. നീണ്ട 10 വർഷത്തിൽ ചരിത്രത്തിലിടം പിടിക്കുന്ന ഒട്ടേറെ വിധി പ്രസ്താവങ്ങൾ എസ് സിരിജഗൻ നടത്തിയിട്ടുണ്ട്. ശബരിമല ഹൈപ്പവർ കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. 2016 വീണ്ടും നിർണായക റോളിലേക്ക് ജസ്റ്റിസ് എസ് സിരിജഗൻ എത്തി. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം കേരളത്തിലെ തെരുവുനായ ആക്രമണത്തിനിരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സംബന്ധിച്ച പരാതികൾ പരിഗണിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു എസ് സിരിജഗൻ. 2016 രൂപീകരിച്ച കമ്മിറ്റി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം ശുപാർശ ചെയ്തിരുന്നു. 24 കൊച്ചി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മാരകമായ ആകാശമിഠായിയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കോഴിക്കോട് ബേപ്പൂരിൽ നിർമ്മിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ടൂറിസം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10.07 കോടി രൂപയുടെ പദ്ധതിയാണ് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. ആധുനിക മാതൃകയിൽ 11,000 ചതുരശ്രടി വിസ്തീർണത്തിൽ പണിത ഇരുനില കെട്ടിടത്തിൽ കോൺഫറൻസ് ഹാൾ, കെഫ്റ്റീരിയ, ശുചിമുറി, ലിഫ്റ്റ് സൗകര്യങ്ങളുമുണ്ട്. ഗ്രീൻ റൂം അടങ്ങിയ ഓപ്പൺ സ്റ്റേജ്, ചുറ്റുമതിൽ, കരകൗശല അലങ്കാര വസ്തുക്കളുടെ വിൽപ്പന കേന്ദ്രം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വായിക്കാനും പഠിക്കാനും ബഷീറിനെ വീണ്ടും വീണ്ടും അറിയാൻ ബേപ്പൂർ സുൽത്താനെ ഹൃദയത്തിലേറ്റിയ എല്ലാവർക്കും എത്തിച്ചേരാനും സാധ്യമാകുന്നു. ജാതി മത അതിർവരമ്പുകൾക്കപ്പുറത്ത്
മനുഷ്യനായി കാണാനുള്ള മനസ്സ്, അതാണ് ഏറ്റവും വലുത്. അതിൻ്റെ ഒരു കേന്ദ്രമായി, ആ സ്നേഹത്തിൻ്റെ ഒരു കേന്ദ്രമായി, മനുഷ്യന്റെ ഐക്യത്തിന്റെ കേന്ദ്രമായി ഈ ആകാശമിട്ടായിയെ നമുക്ക് മാറ്റാം. ബഷീർ ആർക്കൈവ്സ്, ബോർഡ് റൂം, ലൈബ്രറി എന്നിവ അടങ്ങുന്ന കൾച്ചറൽ ബിൽഡിംഗ്, അക്ഷരത്തോട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കുക. ചടങ്ങിൽ ചലച്ചിത്ര താരം പ്രകാശ് രാജ് മുഖ്യാതിഥിയായിരുന്നു. I see here to build a memorial where people can come in, people can do theatre, people can discuss, people can be guided by Bashir, and it is so open and so free, which Bashir sir would have loved it. I promise I will come here with my team. I will do a Bashir's play here. I will read Bashir's poetry there and his writings there. And I will try to bask in this beauty and memory of Bashir sir. ചടങ്ങിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ, മേയർ ഒ സദാശിവൻ, മുൻ MLA VKC മുഹമ്മദ് കോയ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. നോക്കാമിനി കായിക വാർത്തകൾ. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പര പിടിക്കാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. ഗുവാഹത്തിയിൽ രാത്രി 7-നാണ് പരമ്പരയിലെ 3-ാം മത്സരം. ടീമിലെ സ്ഥാനം നിലനിർത്താൻ സഞ്ജു സാംസണും വമ്പൻ പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട്. മറ്റൊരു പരമ്പര നേട്ടത്തോടെ ലോകകപ്പ് ഒരുക്കം ഗംഭീരമാക്കാൻ ടീം ഇന്ത്യ. ആദ്യ 2 കളിയും ആധികാരികമായി ജയിച്ച ഇന്ത്യ തന്നെ ഗുവാഹത്തിയിലും ഫേവറേറ്റുകൾ. നാഗ്പൂരിൽ 48 റൺസിനും റായ്പൂരിൽ 7 വിക്കറ്റിനുമായിരുന്നു നീലപ്പടയുടെ ജയം. ഇന്ത്യക്കെതിരെ ജയിക്കണമെങ്കിൽ 300 റൺസെങ്കിലും വേണമെന്ന് കിവീസ് നായകൻ മിച്ചൽ സ്റ്റന്നർ വെറുതെ പറയുന്നതല്ല. 8ാം നമ്പർ വരെ നീളുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിര തന്നെ കാരണം. കഴിഞ്ഞ കളിയിൽ ആദ്യ ബോളിൽ പുറത്തായെങ്കിലും കുട്ടി ക്രിക്കറ്റിലെ 1ാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മ തന്നെയാണ് കിവികളുടെ പ്രധാന തലവേദന. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇഷാൻ കിഷനും കൂടി ഫോമിലേക്ക് ഉയർന്നത് എതിരാളികൾക്ക് പിടിപ്പത് പണിയാകുന്നു. അതേസമയം മലയാളി താരം സഞ്ജു സാംസണാണ് ഇത് നിർണായക മത്സരം. ആദ്യ കളിയിൽ 10-നും 2ാം മത്സരത്തിൽ 6-നും പുറത്തായ സഞ്ജുവിന് ഇതിൽ കൂടി പരാജയപ്പെട്ടാൽ പ്ലേയിങ് 11-ലെ സ്ഥാനം നഷ്ടമാകും. പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ ഉജ്ജ്വല ഫോമിൽ കളിക്കുന്ന സാഹചര്യത്തിൽ. കഴിഞ്ഞ മത്സരത്തിൽ വിശ്രമം നൽകിയ ജസ്പ്രീത് ബുംറ ടീമിൽ തിരിച്ചെത്തിയാൽ അർഷ്ദീപ് സിംഗിനായിരിക്കും ടീമിലെ സ്ഥാനം നഷ്ടമാവുക. അക്സർ പട്ടേൽ ഇല്ലാത്തതിനാൽ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഗൗതം ഗംഭീർ, ഹർഷിത് റാണയെ ഉൾപ്പെടുത്തുമെന്നതും ഈ സെലക്ഷന് പിന്നിലുണ്ട്. അതേസമയം പരമ്പര നഷ്ടമാവാതിരിക്കാൻ ന്യൂസിലാൻഡിന് ഇത് ജീവൻ മരണ പോരാട്ടം. ബൌളിംഗ് നിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാൽ പരമ്പരയുടെ ആവേശം അടുത്ത മത്സരങ്ങളിലേക്ക് നീട്ടാൻ കിവീസിനാകും. സ്പോർട്സ് ഡെസ്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.